നമസ്കാരം. വീണ തൈക്കണ്ടിയിൽ വീണ വിജയൻ, വീണ ടി. വീണയുടെ കേസ് ഇ.ഡി. പുതിയ മാനങ്ങൾ തീർക്കുകയാണ്. ഒന്നാം പിണറായി മന്ത്രിസഭയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയാണ്. വീണയ്ക്ക് ആ കരാർ എങ്ങനെ ലഭിച്ചു? ആ കരാറിൽ പിണറായി വിജയൻ്റെ പങ്കെന്താണ്? CMRL എക്സാജറി കമ്പനി അന്വേഷണം ഒന്നാം പിണറായി സർക്കാരിലേക്ക് വ്യാപിപ്പിക്കാനും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് തീരുമാനിച്ചിട്ടുണ്ട്. അത് വീണയ്ക്ക് CMRLുമായി കരാർ എങ്ങനെ ഒത്തുവന്നു എന്നതിനെക്കുറിച്ച് അന്വേഷണം നടത്തും. പിണറായി സർക്കാർ ഭരിച്ചിരുന്ന കാലത്ത് CMRLന് എന്തെങ്കിലും വഴിവിട്ട സഹായം ലഭിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനാണ് തീരുമാനം. വീണയുടെ മൊഴികളിൽ ഇപ്പോഴും പൊരുത്തക്കേടുണ്ടെന്നാണ് ഇ.ഡി. വ്യക്തമാക്കുന്നത്. CMRL എക്സാലോജി കേസുമായി ബന്ധപ്പെട്ട് 2 വട്ടമാണ് നിലവിൽ പ്രതിപക്ഷ നേതാവായ പിണറായി വിജയൻ്റെ മകൾ കൂടിയായ വീണയെ ഇ.ഡി. ചോദ്യം ചെയ്യുന്നത്. ഇന്നലത്തെ ചോദ്യം ചെയ്യലിൽ 9 മണിക്കൂറാണ് നീണ്ടത്. ചോദ്യം ചെയ്യലിൽ വീണയുടെ മൊഴികളിൽ പൊരുത്തക്കേടുള്ളതായി ഇ.ഡി. കണ്ടെത്തിയിട്ടുണ്ട്. അതിനാൽ അവരെ അടുത്ത ആഴ്ച വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും. വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമ്പോൾ അറസ്റ്റ് ഉണ്ടാകുമോ എന്നൊരു ചോദ്യവും സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായുണ്ട്. സാറ്റലൈറ്റ് ചാനലുകളിലൊക്കെ ഉണ്ട്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുമോ? വീണ വിജയനെ അറസ്റ്റ് ചെയ്യുമോ? CMRLും എക്സാലോജിക്കും തമ്മിൽ എങ്ങനെ കരാറിലെത്തി എന്നതാണ് ഇ.ഡി. മുന്നോട്ട് വയ്ക്കുന്ന ചോദ്യം. എന്നാൽ ഇതിന് വ്യക്തമായ ഉത്തരം നൽകാൻ വീണയ്ക്ക് കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല CMRLിൽ നിന്ന് ലഭിച്ച 2.78 കോടി രൂപ എങ്ങനെ വിനിയോഗിച്ചു, അതിൻ്റെ എങ്ങനെയാണ്, യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് എങ്ങനെയാണ് എന്ന് പറയാനും എക്സാലോജി കമ്പനിക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ ഏത് സാഹചര്യത്തിലാണ് കമ്പനിയുമായി കൃത്യമായിട്ടുള്ള ഇടപാടുകൾ നടത്തുമ്പോൾ വളരെ കൃത്യമായി ഈ കരിമണൽ കമ്പനിയുമായി വീണ വിജയൻ എങ്ങനെയാണ് കരാറിലേർപ്പെടുന്നത്? 5 ലക്ഷം രൂപ പ്രതിദിനവും, അത് അപ്പോൾ മാസം എത്ര രൂപയാണെന്ന് ആലോചിച്ച് നോക്കൂ. പ്രതിമാസം 5 ലക്ഷം രൂപയും 3 ലക്ഷം രൂപ കമ്പനിക്കും, അങ്ങനെ 8 ലക്ഷം രൂപ പ്രതിമാസം. അങ്ങനെ 2-3 വർഷക്കാലം നോക്കുമ്പോൾ 1,78 ലക്ഷം രൂപ വീണ വിജയന് എക്സാലോജി കമ്പനിയിൽ നിന്ന് CMR കമ്പനിയുടെ അക്കൗണ്ട് വഴി മാറിയിട്ടുണ്ട്. ഈ പണം എന്തിനാണ് എന്ന് ഇതുവരെ കൃത്യമായി പറയാൻ വീണ ജോർജിന് കഴിഞ്ഞിട്ടില്ല. വീണയുടെ സ്വത്ത് വിവരങ്ങളെക്കുറിച്ചും ഇ.ഡി. അന്വേഷിക്കുന്നുണ്ട്. CMRLന് ഒരു സേവനവും എക്സാലോജിക്ക് നൽകിയിട്ടില്ല എന്നാണ് പറയുന്നത്. ഇല്ലാത്ത സേവനത്തിലാണ് വീണ കണം കറ്റിട്ടത്. ഇത് എന്തിനായിരുന്നു എന്നാണ് ഇ.ഡി. ചോദിക്കുന്നത്. അതുപോലെ തന്നെ ഇങ്ങനെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഇ.ഡിക്ക് ഇത് കൃത്യമായി ഒന്നാം പിണറായി സർക്കാരിലേക്ക് നീങ്ങിയാൽ ഇത് CBIയിലേക്കോ NIAയിലേക്കോ വിടാൻ സാധ്യതയുണ്ട്. അപ്പോൾ പിണറായിയുടെ കേസ് അല്ലെങ്കിൽ വീണ വിജയൻ്റെ കേസ് കുരുങ്ങി അത് പിണറായി വിജയനിലേക്ക് നീങ്ങുകയാണ്, അച്ഛനിലേക്ക് നീങ്ങുകയാണ്. അങ്ങനെ നീങ്ങുമ്പോൾ ഒന്നാം പിണറായി മന്ത്രിസഭ എന്തിനാണ് വഴിവിട്ട രീതിയിൽ കരിമണൽ കർത്തയെ സഹായിച്ചു? അങ്ങനെ സഹായിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എത്ര രൂപയുടെ നഷ്ടം സംസ്ഥാന സർക്കാരിനുണ്ടായി എന്നുള്ള വിവിധ കാര്യങ്ങളാണ് ചർച്ച ചെയ്യാനിരിക്കുന്നത്. അപ്പോൾ എന്തായാലും കാര്യഗൗരവമുള്ള ഒരു ചർച്ചയിലേക്കാണ് പോകുന്നത്. അതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇ.ഡി. ഈ കേസിൽ വീണ വിജയനെ അറസ്റ്റ് ചെയ്യുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അങ്ങനെ അറസ്റ്റ് ചെയ്താലും അത്ഭുതമില്ല. കാരണം 2 പ്രാവശ്യം ചോദ്യം ചെയ്തു. ചോദ്യത്തിൽ വൈരുദ്ധ്യമുണ്ട്. ഒരുപാട് കാര്യങ്ങളിൽ പരസ്പര ധാരണയില്ലായ്മയുണ്ട്. അതിൻ്റെ രേഖകളൊക്കെ എടുക്കാനാണ് വീണ്ടും വിട്ടത്. അങ്ങനെ വരുമ്പോൾ തിരിച്ചിനിയും മൂന്നാമതായി ഇ.ഡിയുടെ അടുത്ത് വരുമ്പോൾ ഇ.ഡി. അറസ്റ്റ് ചെയ്യുമോ, വീണ വിജയനെ അറസ്റ്റ് ചെയ്യുമോ എന്നുള്ളതൊരു ചോദ്യമാണ്. അല്ലെങ്കിൽ വീണ വിജയൻ്റെ എക്സാലോജി കമ്പനി CMRL കമ്പനിയുമായി എന്ത് ഇടപാടാണ് ഉള്ളത് എന്നുള്ളതിനെ സംബന്ധിച്ച് വ്യക്തമായ രേഖകൾ നാളിതുവരെ സമർപ്പിക്കാൻ വീണ വിജയന് കഴിഞ്ഞിട്ടില്ല. 2% വരുന്ന തുക ഈ പറയുന്ന പോലെ വീണ വിജയന് കിട്ടി എന്നുള്ള പറയുന്നൊരു കണക്കും പറയുന്നുണ്ട്. പല തരത്തിലുള്ള കണക്കുകളുണ്ട്. 5 ലക്ഷവും 3 ലക്ഷവും 8 ലക്ഷം രൂപ കിട്ടിയ കണക്ക് പറയുന്നു. 2% വേറൊരു കണക്ക് പറയുന്നു. അങ്ങനെ പല കണക്കുകൾ പറയുന്നുണ്ട്. അതനുസരിച്ച് വീണ വിജയനിലൂടെ KMRL കരിമണൽ കർത്ത പിണറായി വിജയനെയാണോ ലക്ഷ്യമിട്ടിരുന്നത്? പിണറായി സർക്കാരിൽ നിന്ന്, ഒന്നാം സർക്കാരിൽ നിന്ന് അനധികൃതമായി എന്തെങ്കിലും വീണ വിജയൻ്റെ കെയർ ഓഫിൽ ഈ കരിമണൽ കർത്ത നേടിയിട്ടുണ്ടോ എന്നും അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെ കണ്ടുപിടിച്ചാൽ വീണ വിജയൻ്റെ കാര്യം വീണ്ടും ബുദ്ധിമുട്ടാവും. കേസ് അറസ്റ്റിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ട്. പിന്നെ റിമാൻഡ്, ജാമ്യം, അങ്ങനെ വ്യവസ്ഥ തന്നെ മാറാം. അതുപോലെ തന്നെ പിണറായി വിജയനെയും ട്രാപ്പ് ചെയ്യുന്നതിനുള്ള
കരുക്കൾ നീങ്ങി വരുന്നു.